നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇന്ന് നമുക്കൊരു പഴുത്ത മാങ്ങ കറി വെക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെത്തി കളഞ്ഞെടുക്കാം. എന്നിട്ടിത് നമുക്ക് ചെറുതായിട്ടത് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസ് സ്ക്വയർ പീസുകളാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇവിടെ തൊലിയൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മാങ്ങയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 3-4 കാന്താരി മുളക് ചതച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ആ മാങ്ങയെല്ലാം വെന്ത് ഒരു ഉടഞ്ഞ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വെന്തൊന്ന് ഉടഞ്ഞ് ഒരു ഇതാവണം. പെട്ടെന്ന് അത് വേവും, പഴുത്ത മാങ്ങയായതുകൊണ്ട് തന്നെ. പിന്നെ അത് ഉടഞ്ഞ് വരുമ്പോൾ നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് ആ ജാറിൽ കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം, തിളച്ച് പോകാൻ പാടില്ല, ചൂടാക്കിയെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പിന്നെ വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ. താങ്ക് യു.